ഉം. പണ്ട് ഞാനും അവഗാഡ്രോ ഒക്കെ ഒരുമിച്ച് ഹൈഡ്രജൻ ഫ്ലൂർ ഉണ്ടാക്കുന്ന ഒരു കമ്പനിയിൽ വർക്ക് ചെയ്തിരുന്നു. അപ്പൊ ആ ടൈമിൽ നമ്മുടെ മുതലാളി അവഗാഡ്രോ വന്നിട്ട് പറഞ്ഞു, എടാ മക്കളെ എനിക്ക് കുറച്ച് ഹൈഡ്രജൻ ഫ്ലൂറൈഡ് വേണമായിരുന്നു. നമുക്കൊരു 40 ഗ്രാം ഹൈഡ്രജൻ ഫ്ലൂറൈഡ് വേണം. പക്ഷേ ഒരു കണ്ടീഷൻ ഉണ്ട്. അതായത് നിങ്ങൾ എടുക്കുന്ന ഹൈഡ്രജന്റെയും ഫ്ലൂറിന്റെയും അളവ് കറക്റ്റ് ആയിരിക്കണം. എന്ന് പറഞ്ഞാൽ ബാക്കിയൊന്നും വരാൻ പാടില്ല. ഒരു ഗ്രാം ഹൈഡ്രജൻ 1 ഗ്രാം ഫ്ലൂറിനൊന്നും ബാക്കി വരാൻ പാടില്ല. ഫുള്ള് എന്ത് ചെയ്യണം, റിയാക്ട് ചെയ്ത് തീരണം. ഓക്കെ, ഒരു 40 ഗ്രാം ഹൈഡ്രജൻ ഫ്ലൂറിഡ് വേഗം വേണം. ഓക്കെ, അപ്പൊ ഞാൻ പറഞ്ഞ ഇത് സിമ്പിൾ അല്ലേ. ഒരു 20 ഗ്രാം ഫ്ലൂറിന് 20 ഗ്രാം ഹൈഡ്രജൻ 20 ഗ്രാം ഫ്ലൂർ എടുത്ത രണ്ട് ഈക്വൽ എമൗണ്ടിൽ റിയാക്ട് ചെയ്ത് തീരുമ്പോൾ എനിക്ക് 40 ഗ്രാം കിട്ടൂലെന്ന് ഞാനിങ്ങനെ പറഞ്ഞു. അപ്പൊ അവഗാഡ്രോ വന്നിട്ട് എന്നെ തിരുത്തി. അവഗാഡ്രോ എന്ന് പറഞ്ഞാൽ പൊട്ട അങ്ങനെയൊന്നും പറ്റൂല. എന്താ കാര്യം എന്നറിയാമോ? എടാ, ഹൈഡ്രജന്റെ ആറ്റം എന്ന് പറയുന്നത് വളരെ ചെറിയ ആറ്റമാണ്. ഓക്കെ, ഒരു ഹൈഡ്രജന്റെ ആറ്റം ഒരു ഫ്ലൂറിൻ ആറ്റവുമായിട്ട് ഇടിച്ച് കൊളിച്ച് നടന്ന് റിയാക്ട് ചെയ്യുമ്പോഴാണ് നമുക്കൊരു HF മോളിക്കൂൾ കിട്ടുന്നത്. ഓക്കെ, അപ്പൊ ഒരു ഹൈഡ്രജൻ ആറ്റത്തിന് ഒരു ഫ്ലൂറിൻ ആറ്റം വേണം. അപ്പോൾ നമ്മൾ എടുക്കുന്ന കോമ്പൗണ്ടിൽ ഹൈഡ്രജൻ ആറ്റത്തിന്റെയും ഫ്ലൂറിൻ ആറ്റത്തിന്റെയും എണ്ണം സെയിം ആയാലും മാത്രമേ നമുക്ക് ബാക്കിയൊന്നും വരാതെ എല്ലാം റിയാക്ട് ചെയ്ത് തീരാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പോ ഒരേ മാസം എടുത്തു കഴിഞ്ഞാൽ ഇങ്ങനെ സംഭവിക്കാൻ നമുക്ക് സ്വാഭാവികമായിട്ട് ചിന്ത വരും. അപ്പോ നമ്മുടെ അവഗാഡ്രോ എടുത്ത് പറഞ്ഞു തന്നൊരു കാര്യം ഉണ്ടോ? എടാ, ഞാൻ ഒരേ മാസം എടുത്തു കഴിഞ്ഞാൽ ഇങ്ങോട്ട് നോക്കേ, ഹൈഡ്രജന്റെ ആറ്റങ്ങൾ ഭയങ്കര ചെറുതാണ്, ഫ്ലൂറിന്റെ ആറ്റം കുറച്ചുകൂടെ വലുതാണ്. അപ്പോ 1 ഗ്രാം ഹൈഡ്രജനിലും 1 ഗ്രാം ഫ്ലൂറിനകത്തുള്ള ആറ്റങ്ങളുടെ എണ്ണം എപ്പോഴും ഡിഫറെന്റ് ആയിരിക്കും. ഓക്കെ, അപ്പോ ഓ റൈറ്റ് 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 അപ്പൊ എനിക്ക് കത്തി. അപ്പൊ ഞാൻ അവരുടെ അടുത്ത് ചോദിച്ചു, അപ്പൊ പിന്നെ നമ്മൾ എന്ത് ചെയ്യും മല്ലയ്യ? അപ്പൊ അവഗാഡ്രോ എന്നോട് പറഞ്ഞു, എടാ നിനക്ക് ഹൈഡ്രജന്റെ അറ്റോമിക് മാസ് അറിയില്ലേ? അറിയാലോ, ഹൈഡ്രജൻ അറ്റോമിക് മാസ് 1 ആണല്ലോ. ഹൈഡ്രജൻ അറ്റോമിക് മാസ് എത്ര ആണോ അതിനെ ഗ്രാമിലാക്കുക, 1 ഗ്രാം. ഫ്ലൂർ അറ്റോമിക് മാസ് എത്ര? 19, അതിനെ ഗ്രാമിലാക്കുക, 19 ഗ്രാം. ഇങ്ങനെ നമ്മൾ അറ്റോമിക് മാസിന്റെ അത്രയും ഗ്രാം എടുത്തു കഴിഞ്ഞാൽ അതിനകത്തുള്ളത് ഒരേ നമ്പർ ഓഫ് മോളിക്യൂൾസ് ആയിരിക്കും. ഒരേ നമ്പർ ഓഫ് ആറ്റംസ് ആയിരിക്കും. അതെങ്ങനെ? 1 ഗ്രാം ഹൈഡ്രജനകത്ത് എപ്പോഴും 6.022 ഇൻറ്റു 10⁻³ അത് എന്റെ നമ്പർ. അവഗാഡ്രോ പറയാ അത് എന്റെ അവഗാഡ്രോ നമ്പർ ആണ്. അപ്പോ അപ്പോ സംഭവം ഇത്രേ ഉള്ളൂ. 1 ഗ്രാം ഹൈഡ്രജനകത്ത് എപ്പോഴും 6.022 ഹൈഡ്രജൻ കാണും. 19 ഗ്രാം ഫ്ലൂറിനകത്തും 6.022 ഇൻറ്റു 10⁻³ എന്ത് കാണും, ഹൈഡ്രജൻ കാണും. ഇതിനാണ് ഒരു മോൾ എന്ന് വിളിക്കുക. ഒരേ നമ്പർ ഓഫ് മോളിക്യൂൾസ് കിട്ടും എപ്പോ നമ്മള് ആ ഒരു എലമെന്റ് അറ്റോമിക് മാസിനെ ഗ്രാമിലാക്കും. അതിന് നമ്മൾ GAM എന്നൊക്കെ പറഞ്ഞാൽ നമ്മളിങ്ങനെ സ്കൂളിൽ പഠിക്കും. ഓക്കെ, സോ അപ്പൊ GAM എടുത്തിട്ട് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും റിയാക്ട് ചെയ്യിപ്പിച്ച് നമുക്ക് ബാക്കിയൊന്നും വരാതെ എല്ലാം റിയാക്ട് ചെയ്ത് കിട്ടും. ഓക്കെ, അപ്പൊ ബൈ.